ഹലോ നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ KSRTC ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പം മോളുടെ കോളേജിലേക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ KSRTCയിലൊക്കെ കയറിയിട്ടാണ് പോണത്. പിന്നെ മറ്റേ ബസ്സില്ലേ, നമ്മളെ ഈ ലോങ്ങൊക്കെ പോകുമ്പോൾ വേറെ ബസ്സില്ലേ, അതിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു ഛർദ്ദിക്കാൻ വരലൊക്കെ ഉണ്ടാവില്ല. പക്ഷേ KSRTCയിൽ ഇരുന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിലിരിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഛർദ്ദിക്കൊന്നുമില്ല. എന്നാലും KSRTCയിൽ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് തൃശ്ശൂർ അങ്ങോട്ട് എത്താനായി കുന്നംകുളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെറിയ വഴി കൂടെ എന്നറിയോ KSRTC പോവുക. അങ്ങനത്തെ വഴി കൂടെ പോവാം. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ നല്ല അടിപൊളി ബ്ലോക്കിൽ അങ്ങോട്ട് എത്തിപ്പെട്ടേ. കുറച്ച് സമയം ആ ബ്ലോക്കിൽ അങ്ങനെ കുടുങ്ങി നിന്ന് എന്താ സംഭവം എന്ന് അറിയണ്ടായിരുന്നില്ല. വലിയ ബ്ലോക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താണ് സംഭവം എന്ന് മനസ്സിലായത് കേട്ടോ. പിന്നെ ആദ്യം ഞാൻ ബാക്കത്തെ സീറ്റിലാണെങ്കിൽ ഫ്രണ്ടിൽ ഒരൊറ്റ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കയറിയപ്പോൾ മുതൽ ഞാൻ ആ സീറ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഒരാളെ എണീറ്റപ്പോഴത്തേക്ക് വേറൊരാൾ അവിടെ കയറിയിരുന്നു. അപ്പോൾ പിന്നെ അയാൾ വേറെ സ്ഥലത്തേക്ക് കയറിയിരുന്നപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ ബ്ലോക്കിൻ്റെ കാര്യം ഇതായിരുന്നു കേട്ടോ. അവിടെ റോഡ് പണി നടക്കുന്ന കാരണം വഴി, അതായത് ഒരു സ്ഥലത്ത് കൂടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ടി പോകുന്നത്. അതുകൊണ്ടായിരുന്നു അവിടെ ബ്ലോക്കായത്. അപ്പം അങ്ങനെ പോയിട്ട് KSRTC സ്റ്റാൻഡിലേക്ക് എത്താനായിട്ടാണ്. അപ്പോൾ ഈ KSRTCയിൽ നമ്മൾ പോകുമ്പോൾ കുട്ടനല്ലൂരാണ് കോളേജ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതിൽ പോകുമ്പോഴുള്ള ഒരു ചെറിയൊരു ഇത് വെച്ചാൽ, പിന്നെ ഇനി കുട്ടനല്ലൂർക്ക് നമ്മൾക്ക് ബസ്സിൽ പോകണമെങ്കിൽ നോർമൽ ബസ് സ്റ്റാൻഡിൽ പോകണം. അതായത് KSRTC അത് ആ വഴി പോകും. പിന്നെ ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ അവിടുന്ന് ശക്തൻ സ്റ്റാൻഡിലേക്ക്. പക്ഷേ ഞാൻ ഓട്ടോ വിളിച്ചു, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെയിൽ ബസ്സിൽ ഇരുന്ന് തന്നെ കൊണ്ടുകൊണ്ട് ഇനി വീണ്ടും കൊള്ളണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഓട്ടോ വിളിച്ചേ. അപ്പോൾ ഇതാണ് തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ്. കുറേ ബസ്സുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഒരു ബസ്സിൽ കയറി അവിടെ കയറിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടനല്ലൂർ ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പേരൻ്റ് ആ ബസ്സിലുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം അങ്ങനെ നടക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പോകുന്നത് എൻ്റെ ഒക്കെ ലെഫ്റ്റിൽ കോളേജിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. അത് കോളേജിൻ്റെ കോമ്പൗണ്ട് വാളാണത്. അപ്പോൾ നല്ല ഞാൻ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ കോളേജിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാനിതിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് ആ കോളേജിൻ്റെ. അപ്പോൾ ഇന്ന് എന്താ പറയുക, മെറിറ്റ് ഡേയുടെ കുട്ടികൾക്ക് എന്താ പറയുക ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ദിവസവും പ്രൈസ് കൊടുക്കുന്ന ദിവസവും പിന്നെ പേരൻസ് മീറ്റിങ്ങും എല്ലാം കൂടിയാണ് കേട്ടോ. ക്ലാസ് PT ഉണ്ട്, അതൊക്കെ കൂടിയാണ്. അപ്പോൾ അതിനായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി പാട്ട് പാടുന്നുണ്ട് കേട്ടോ. കവിത. പ്രകൃതി സ്നേഹത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ശുദ്ധ പ്രണയത്തിൻ്റെ ദുഃഖത്തിൻ്റെ. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ നടന്നപ്പോൾ ഹെലികോപ്റ്റർ എപ്പോഴും അത് കൂടെ പോയിക്കൊണ്ടിരിക്കട്ടെ. 25 ഏക്കറിൽ പരന്ന് കിടക്കുന്ന കോളേജാണ്. 25 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ക്യാമ്പസാണ് ആ കോളേജിൽ. അടിപൊളി കോളേജാണ് കേട്ടോ. നല്ല രസം. ഇതിപ്പോൾ ക്യാൻറ്റീനാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കോളേജ് ക്യാൻറ്റീനാണത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പുറത്ത് ഇറങ്ങിയാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദൂരം പോകണം തോന്നുന്നു. പിന്നെ നമുക്ക് അറിയില്ല എവിടെയൊക്കെയാണ്. പിന്നെ അതുമല്ല വെജിറ്റേറിയൻ ആയിരുന്നു ഞാൻ അന്ന്. അപ്പോൾ എന്തായാലും ക്യാൻറ്റീനത്തെ ഭക്ഷണം തന്നെ കഴിക്കാൻ വിചാരിച്ചു. അവിടെ നിന്ന് സാധാരണ നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ചോറും കറികളും ഒക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വിശക്കാൻ വേണ്ടി വിശക്കുന്ന വരയ്ക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കോളേജിൻ്റെ ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ നടക്കുക. ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ലൈബ്രറിയാണ്. പിന്നെ അവിടുത്തെ അത് ഞാൻ എടുത്തിട്ടുണ്ടോ തോന്നുന്നു, എന്താ പറയുക, ഹെലിപ്പാഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പോകുന്ന വഴിക്ക് എടുത്തിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ക്യാൻറ്റീനിൽ കയറി വെയിറ്റിംഗ് ആണ്. അങ്ങനെ കുറച്ച് അധികമൊന്നും വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നു. ഇതാണ് കേട്ടോ ഫുഡ്. കുഴപ്പമൊന്നുമില്ല. വിശക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് പ്ലേറ്റ് കാലിയായി. പിന്നെ അങ്ങനെ വീണ്ടും കോളേജിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് സമയം നടന്നു. പിന്നെ മോളെന്തായാലും കൂടെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അതുവരെ അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ വീണ്ടും അവിടെ ഇങ്ങനെ നടക്കുകയാണ്. കാടും കുറേ നെല്ലിമരമുണ്ട്, കുറേ തേക്ക് മരമുണ്ട്, അങ്ങനെ എന്തൊക്കെയോ മരങ്ങൾ പരന്ന് കിടക്കുന്നുണ്ട്. നിറയെ ഇലകളും ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെ കുറേ സ്ഥലത്ത് പുല്ലും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം അവിടെ ഇങ്ങനെ നടന്നു.
അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ കോളേജിലത്തെ ഗ്രൗണ്ടും ഹെലിപ്പാഡൊക്കെ വരുന്നത് അവിടെ തന്നെയാണ്. നമ്മളുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അവിടെ തൃശ്ശൂർ വന്ന സമയത്ത് ഇവിടേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് ഞങ്ങളവിടെ പോയ സമയത്ത് ഹെലികോപ്റ്റർ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. മൊത്തം പൊടി പാർ, കാരണം നമ്മൾ ഇത് വന്ന് ഇറങ്ങുമ്പോൾ അത്ര അടുത്തേക്കൊന്നും ഞാൻ മുൻപൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞങ്ങൾ അതിൻ്റെ അടുത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അയ്യോ, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ. പിന്നെ അവിടുത്തെ ആ പ്രദേശം അങ്ങനത്തെ ഒരു പ്രദേശമായതുകൊണ്ടാണ് മനസ്സിലായത്. അങ്ങനെ പിന്നെ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ പുറത്തിരിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ പോയിരുന്നു. പിന്നെയും കുറച്ച് നേരം ഇരുന്ന് പിന്നെ വീണ്ടും കുറച്ച് നേരം നടന്ന് അപ്പോഴത്തേക്ക് ക്ലാസ്സൊക്കെ കഴിയാനായിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ അവളുടെ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാള് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് തൃശ്ശൂരത്തെ ഏറ്റവും വലിയ മാളാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ മുൻപൊക്കെ പോയ സമയത്തൊന്നും അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല, പണി നടക്കുന്നില്ല. അപ്പോൾ വിചാരിച്ച് വെറുതെ ഏതായാലും അതുവരെ പോയതല്ലേ, അപ്പോൾ മാളിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ച് വെറുതെ പോയി. ഒന്നും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് പോയതല്ല, പക്ഷെ പോയത് മാളിലല്ലേ, ഈസി ബൈന്ന് അത്യാവശ്യം തൂക്കിയിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ മാളിലൊക്കെ പോയി കറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ ഒരു വീഡിയോയുമായി കാണാം.